തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കൂടെ യാത്ര ചെയ്യാൻ തെരഞ്ഞെടുപ്പ് ഒരു രസകരമായ സംഭവമാണ്. സാറ് ജീവിതത്തിലൊരിക്കലും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല. ഹൂവിൽ ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞ പോലെ ആരാണ് സാറിനോട് പോയി പറയുക ഇതാണെന്ന് പ്രശ്നം. അപ്പോൾ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ അടുപ്പവും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത അഹങ്കാരം ഇല്ലെങ്കിലും എനിക്കൊരു ധാരണയുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർക്കുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ വളരെ ഒരു കൂർമ്മ ബുദ്ധിയോടുകൂടി ആ കാലത്തിൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലാക്കി PS പറഞ്ഞു, നിങ്ങളെന്തായാലും ONV സാറിനോട് പറഞ്ഞു ഒന്ന് ആലോചിക്കണം, കാരണം ഇത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്, ചരിത്രത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് VS ഞാനും പോയി. തിരിച്ച് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഏതായാലും അവസാനം അറിഞ്ഞുകൊണ്ട് തന്നെ, ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെയ്തത്. ആ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസക്കാലം എൻ്റെ പ്രചരണം, അതിന് ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്നിടത്ത് ഞാനാണ്. അപ്പോൾ സാറിൻ്റെ എല്ലാ പ്രത്യേകതയും എനിക്കറിയാവുന്നതുകൊണ്ട് ഈ ചെല്ലുന്നിടത്തൊക്കെ പൂവാരി മുഖത്തെറിയും. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇരുന്ന് കല്ലടിക്കുകയോ മറ്റു ജോലിയോ ചെയ്താൽ അവരെ വിളിച്ചിറങ്ങി അവരുടെ കാലിലൊന്നും തൊടണം, ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ സാറ് ഞാൻ അവരുടെ കാലിലൊന്നും തൊടാൻ പോകുന്നില്ല, എനിക്ക് അവരോട് ബഹുമാനമാണ്, പക്ഷേ അത് കാലിൽ തൊട്ട് നിങ്ങളെ ഫോട്ടോ എടുപ്പിച്ച് എനിക്ക് ബഹുമാനമൊന്നും ആവശ്യമില്ല, അവരെ പൂ വാരി എറിയരുത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും പറയില്ലാത്തതാണ്. പക്ഷേ സാറ് പരസ്യമായി പറഞ്ഞു, എന്നെ ഈ പൂക്കളെ നിങ്ങൾ അപമാനിക്കരുത്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പൂക്കൾ ചവിട്ടി മെതിക്കാൻ പാടുള്ളതല്ല, പൂക്കൾ ആദരിക്കപ്പെടേണ്ടതാണ്. ഈ തരത്തിലുള്ളൊരു പുതിയ കൾച്ചർ തെരഞ്ഞെടുപ്പിനുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല.